യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് 5300 കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വരികയുണ്ടായി. ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണിത്. ഈ പദ്ധതി കൂടുതലും ഈജിപ്ത് കൊണ്ടുവന്നത് എന്നതിലും സംശയം വേണ്ട. യുദ്ധത്തിലും തകർന്നടിഞ്ഞ ഗാസയിൽ 2 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടതായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണനിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തുകയുണ്ടായി. ഹമാസിനെ ഒഴിവാക്കി ഗാസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഗാസ സ്വന്തമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുള്ള കരടിൽ ഹമാസിന് ഇടമില്ലെന്ന് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യാന്തര സേനയായിരിക്കും സുരക്ഷ പ്രധാനമായിട്ടും ഒരുക്കുക. സൗദി അറേബ്യ, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണോ അതോ മുൻപായാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്നും രേഖയിൽ പറയുന്നില്ല. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഈജിപ്ത് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയുണ്ടായി. പലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന പ്രഖ്യാപനം. ഒഴിപ്പിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടിയാണ് ബദൽ കൂടുതലും ആലോചിച്ചതും. പക്ഷേ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിട്ടില്ല. ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയുമില്ല. ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടായോ എന്നും ഇവരുടെ രേഖയിൽ വെളിപ്പെടുത്തുന്നില്ല. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ അവശേഷിക്കുന്ന 59 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും പറയുന്നത്. ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിരുന്നു. റംസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധനകളും നടത്തിവരുന്നുണ്ട്. ഗാസയെ വരുതിയിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിനോട് 15 മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം. ഇപ്പോഴത്തെ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാതെ തന്നെ ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബോംബാക്രമണങ്ങളും കരയുദ്ധവും യഥാർത്ഥത്തിൽ ഗാസയുടെ വലിയൊരു ഭാഗത്തെ നാമാവശേഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി പലസ്തീനികളെ പുറത്താക്കി അയൽ രാജ്യങ്ങളായ മറ്റ് അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കി പുനർനിർമ്മിക്കുമെന്നതാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം. പക്ഷേ പലസ്തീനികളെ പുറത്താക്കാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തങ്ങൾ മുന്നോട്ട് വയ്ക്കാമെന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ഇസ്രയേൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുകൂലിച്ചത്. അമേരിക്കയ്ക്കെതിരെ ഒരു വിരൽ അനക്കാൻ ഇസ്രയേൽ നിലവിൽ തയ്യാറാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലസ്തീനികളുടെ വംശീയ ഉന്മൂലനത്തിന് തുല്യമായ പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ശക്തമായി വിമർശിക്കുകയും ഒപ്പം നിരസിക്കുകയുമായിരുന്നു ശരിക്കും ചെയ്തത്. ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവരികയുണ്ടായി. പലസ്തീൻ സായുധ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തമില്ലാതെ കമ്മിറ്റി 6 മാസക്കാലത്തേക്ക് ഗാസയുടെ ഭരണം കൈയാളണമെന്നതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന നിർദ്ദേശമെന്നത് ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതി കൈറോയിൽ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിൽ അറബ് നേതാക്കൾക്ക് മുന്നിലായിരുന്നു അവതരിപ്പിച്ചത്. കമ്മിറ്റി സ്വതന്ത്രവും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്നതുമാണ്. ഗാസയിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈജിപ്തും ജോർദാനും പരിശീലനം നൽകുമെന്നും പദ്ധതി വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിയമത്തിന്റെയും വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ദ്വിരാഷ്ട്ര പരിഹാരമാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ സംഘത്തിന് ഏറ്റവും നല്ല പരിഹാരമെന്നത്. ഗാസ എന്നത് പലസ്തീൻ പ്രദേശങ്ങളുടെ അവിഭാജ്യ ഭാഗം കൂടിയാണ്. സിവിലിയന്മാരെ കൊല്ലുന്നതിനെയും അവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതിനെയും ഗാസ യുദ്ധം മൂലമുണ്ടായ
അത്ഭുതപൂർവമായ മാനുഷിക ദുരിതത്തെയും പദ്ധതി കാര്യമായി അപലപിക്കുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ശരിക്കും കണക്കിലെടുക്കണം. മറ്റ് രാജ്യങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കാതെ സ്വന്തം ഭൂമിയിൽ പലസ്തീൻ ജനതയുടെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. യുദ്ധം അവശേഷിപ്പിച്ച മാനുഷിക ദുരന്തത്തെ അഭിസംബോധന ചെയ്യാൻ എല്ലാറ്റിനുമുപരി മാനുഷിക കാഴ്ചപ്പാടിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കേണ്ടത് അനിവാര്യമാണെന്നും പദ്ധതി വെളിപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രം സ്ഥാപിക്കാമെന്ന പലസ്തീൻ ജനതയുടെ പ്രതീക്ഷ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതും കൂടുതൽ സംഘർഷത്തിലേക്കും അസ്ഥിരതയിലേക്കുമായിരിക്കും യഥാർത്ഥത്തിൽ നയിക്കുക. ഗാസയിൽ വെടിനിർത്തൽ നിലനിർത്തേണ്ടത് സത്യം പറഞ്ഞാൽ അനിവാര്യമാണ്. പുനർനിർമ്മാണം നടപ്പാക്കാൻ ഇടക്കാല ഭരണത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതകൾ സംരക്ഷിക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നിലനിർത്തേണ്ടത് സത്യം പറഞ്ഞാൽ അനിവാര്യമാണ്. പുനർനിർമ്മാണം നടപ്പാക്കാൻ ഇടക്കാല ഭരണത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതകൾ സംരക്ഷിക്കുന്ന വിധത്തിൽ സുരക്ഷ നൽകാനുള്ള ക്രമീകരണങ്ങളുടെയും ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. അറബ് ഉച്ചകോടിയുടെ കരട് അന്തിമ പ്രസ്താവന ഗാസയുടെ ഭാവിക്കായുള്ള ഈജിപ്ഷ്യൻ പദ്ധതി അംഗീകരിച്ചതായും ഈജിപ്ഷ്യൻ പദ്ധതിക്ക് വേഗത്തിൽ പിന്തുണ നൽകാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ധനകാര്യ സ്ഥാപനങ്ങളോടും ആഹ്വാനം ചെയ്യുന്നതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭ്യമാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.